അസ്സലാമലൈക്കും ഗൈസ്, വെൽക്കം ടു സുനീസ് കിച്ചൻ. നമുക്ക് ഇന്നിവിടെ നല്ലൊരു മട്ടൻ കൊണ്ട് പാലക്കാടൻ റൗത്തർ ദം ബിരിയാണി ആയാലോ. നമ്മളിവിടെ 750 ഗ്രാം മട്ടൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ചു കൊടുത്ത് ഒരു 3 വിസിൽ വിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി നമ്മളൊരു ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇത് 2 കിലോ ബിരിയാണി വെക്കുന്ന ചെമ്പാണ്. അതിലേക്ക് നമുക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 150 മില്ലി മതി ഓയിൽ. നമ്മുടെ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ലേശം കുരുമുളകും കുറച്ച് മാത്രം വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. 4 കഷ്ണം പട്ട, 4 ഏലക്ക, ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 4 വലിയുള്ളി അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 4 പച്ചമുളകും 10 ചെറുള്ളിയും ചതച്ചെടുത്താണ്, അതും ചേർത്ത് കൊടുക്കാം. ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു 3 തക്കാളിയാണ്, അത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരട്ടെ. അതിനുവേണ്ടി നമുക്ക് 2 മിനിറ്റ് അടച്ചു കൊടുക്കാം. നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പുതിന ഇല ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് മല്ലിയിലയും ചേർക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി വരട്ടെ, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു കുഞ്ഞ ടീസ്പൂണിന് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ മട്ടൻ ഇവിടെ നന്നായിട്ട് വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഈ മസാലയെ കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മസാലകളും മട്ടനും ഒന്ന് സെറ്റായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മട്ടനും മസാലയും എല്ലാം നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. എരിവ് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ എരിവ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് എരിവ് കമ്മിയാണ്. എരിവ് നമുക്ക് എങ്ങനെ ആവശ്യം അതുപോലെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ബൗൾ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ മട്ടൻ വേവിക്കാൻ വെച്ച വെള്ളമാണ്. ഇതിൻ്റെ കൂടെ ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ 1 പാത്രം അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 1 കിലോൻ്റെ മെഷർമെൻറ്റ് കപ്പാണ്. ഇതിന് 1 കപ്പ് അരി എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ തന്നെ 1 അര കപ്പ് വെള്ളവും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം
ഒരു പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. മട്ടൻ വേവാൻ വയ്ക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഈ വെള്ളത്തിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പ് പാകം നോക്കിയെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ, അതുവരെ നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. നമ്മുടെ വെള്ളവും മസാലയും എല്ലാം നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരമണിക്കൂർ മുമ്പ് കഴുകി കുതിരാൻ വെച്ച അരിയാണ്. ജീരകശാലയുടെ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരി കുതിരാൻ വെക്കുമ്പോൾ തന്നെ 2-3 വട്ടം കഴുകിയ ശേഷം വേണം കുതിരാൻ വെക്കാൻ. കുതിർന്ന ശേഷം അരി ഒരിക്കലും കഴുകിയെടുക്കരുത്. അരി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ, അതുവരെ നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. നമ്മുടെ അരി ഇവിടെ പകുതി വേവായിട്ടുണ്ട്. ഇത് ഇത്ര നേരം ഹൈ ഫ്ലെയിമിലാണ് ഉണ്ടായിരുന്നത്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഇനി ഒന്നും കൂടി വെള്ളം ഒന്ന് വറ്റി വരട്ടെ. നമ്മുടെ റൈസ് ഇവിടെ 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഇത്രയും മതി. ഇതിലത്തെ വെള്ളം മുഴുവനും വറ്റി വരേണ്ട ആവശ്യമില്ല. ഇത് നമുക്കൊന്ന് നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതി. ഇതൊന്ന് നമുക്ക് അടച്ച ശേഷം ഒരു അരമണിക്കൂർ നമുക്ക് ദമ്മിൽ വെക്കാം. അതിനുവേണ്ടി ഒരു പഴയ പാന് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചെമ്പ് കയറ്റി വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഒരു ചെമ്പ് വെള്ളവും വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ചൂടായി വന്ന ശേഷം ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. അതുവരെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഞാൻ ഈ ദമ്മിൽ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. എന്തായിട്ടുണ്ടെന്ന് നോക്കി നോക്കാം. ഉണ്ടോ? നല്ല അടിപൊളി ബിരിയാണി ആയിട്ടുണ്ട്. ചോറൊന്ന് പൊട്ട് ഉടയ ഒന്നും ചെയ്തിട്ടില്ല. ചോറ് ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യാതെ നല്ല നമുക്ക് ബിരിയാണി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റോട് കൂടിയുള്ള പാലക്കാടൻ റാവുത്തർ മട്ടൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഒരു വട്ടം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും അതിനോടൊപ്പം തന്നെ കുഞ്ഞ ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.